Now let us try to explain the electronic spectra arising in the case of transitor metal complexes with metal centers having D8 electronic configuration using Tanabe-Sugano diagrams. So D8 configuration വരുമ്പോൾ നമുക്കറിയാം ഒരേ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പോസിബിൾ. ഏതാണ്? T2G6 EG2 എന്ന് പറയുന്നത് അല്ലേ. അത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നാലും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ വ്യത്യാസമില്ല. T2G6 EG2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Excited state ആകുമ്പോഴോ, in the excited state the electron from the T2G level is shifted to EG level. അപ്പോൾ പോസിബിൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ T2G5 EG3 ആവാം അല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഓർഗൽ ഡയഗ്രം കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ ഇടയ്ക്ക് വെർട്ടിക്കൽ ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫീൽഡ് സ്ട്രെങ്ത് ഏതായാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷന് മാറ്റമില്ല. കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആണ്. D1 D2 D3 കേസുകൾ പറഞ്ഞ പോലെയാണ് Tanabe-Sugano ഡയഗ്രം ഇവിടെ വരിക. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അപ്പോൾ ട്രിപ്ലറ്റ് ആയിരിക്കും ടേം സ്പിൻ മൾട്ടിപ്ലിസിറ്റി വരിക. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ ട്രിപ്ലറ്റ് F ആണ് നമ്മുടെ ടേംസ് വരിക. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് A2G T2G T1G ട്രിപ്ലറ്റ് A2G ട്രിപ്ലറ്റ് T2G ട്രിപ്ലറ്റ് T1G എന്നുള്ള രീതിയിലാണ് ട്രിപ്ലറ്റ് F ടേം സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന group theoretical terms എന്ന് പറയുന്നത്. The difference between two lowest energy terms correspond to the value of delta O. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് F സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ട്രിപ്ലറ്റ് A2G ടേം ആയിരിക്കും. അതും ഈ ട്രിപ്ലറ്റ് T2Gയും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡെൽറ്റ O ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. Then the difference between the two lowest energy terms correspond to the value of delta O. Therefore, in order to find the value of delta O, we simply have to determine the energy difference between A2G and T2G. ഈ ട്രിപ്ലറ്റ് A2Gയും ട്രിപ്ലറ്റ് T2Gയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് ഡെൽറ്റ O കിട്ടും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ അറിയുകയാണെങ്കിൽ, സ്പിൻ അലൗഡ് ട്രാൻസിഷൻ ആണെങ്കിൽ സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണ്. ഈ ട്രാൻസിഷൻ അറിയുവാണെങ്കിൽ നമുക്ക് ഡെൽറ്റ O വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Tanabe-Sugano diagram for this configuration can be represented as here. Okay, example എന്ന് പറഞ്ഞാൽ D8 എക്സാമ്പിൾ നിക്കൽ ഹെക്സാക്വ നിക്കൽ 2+ ആണ്. ഇനി ഇവിടെ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വന്നാലും കോൺഫിഗറേഷനിൽ മാറ്റം വരുന്നില്ല. നമുക്ക് കിട്ടുന്ന സ്പെക്ട്ര ഈ രീതിയിലുള്ളതായിരിക്കും. എത്ര ട്രാൻസിഷൻസ് പോസിബിൾ ആണ്? 1 ട്രിപ്ലറ്റ് A2G to ട്രിപ്ലറ്റ് T2G, then ട്രിപ്ലറ്റ് A2G to ട്രിപ്ലറ്റ് T1G, then ട്രിപ്ലറ്റ് A2G to ട്രിപ്ലറ്റ് T1G. ഇങ്ങനെ 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണ് കറസ്പോണ്ടിങ് സ്പെക്ട്ര വിസിബിൾ ആണ്. സോ Tanabe-Sugano ഡയഗ്രം D8 സിസ്റ്റത്തിൻ്റെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്ലറ്റ് A2G ട്രിപ്ലറ്റ് T2G ട്രിപ്ലറ്റ് T1G അതും ട്രിപ്ലറ്റ് T1G. ഈ 3 ട്രാൻസിഷൻസ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്ലറ്റ് A2G ട്രിപ്ലറ്റ് T2G F തന്നെ, ട്രിപ്ലറ്റ് A2G ട്രിപ്ലറ്റ് T1G Fൻ്റെ തന്നെ സ്പ്ലിറ്റിംഗ് ടൈം, ദെൻ ട്രിപ്ലറ്റ് A2G ടു ട്രിപ്ലറ്റ് T1G Tയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ 3 സ്പിൻ അലൗഡ് ട്രാൻസിഷൻസ് ആണ് പോസിബിൾ. അതുകൊണ്ട് തന്നെ സ്പെക്ട്രയിൽ 3 ഫീൽഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി D0 മെറ്റൽ കാറ്റയോൺസിൽ DD ട്രാൻസിഷൻസ് ഒന്നും പോസിബിൾ അല്ല. അവിടെ കളറിന് കാരണം എന്ന് പറയുന്നത് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിറ്റ് ട്രാൻസിഷൻസ് ആയിരിക്കും. D1 മുതൽ D9 വരെയുള്ള കേസിൽ DD ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണെങ്കിൽ അതിൽ ആപ്പോട്ടെ ഫോർവേഡ് ആയിരിക്കും. ഓക്കെ, ഇനി D10 എന്ന് പറഞ്ഞാൽ അവിടെയും DD ട്രാൻസിഷൻ ഇല്ല, കാരണം എംറ്റി D ഓർബിറ്റൽസ് ഇല്ലാത്തത്. D9 സിസ്റ്റം നോക്കാം. D9 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകുമ്പോഴേക്കും ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? T2G6 EG3 ആണ് അല്ലേ. അപ്പോൾ അവിടെ വീക്ക് ഫീൽഡ് വന്നാലും സ്ട്രോങ് ഫീൽഡ് വന്നാലും ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ D9 വരുമ്പോൾ T2G6 EG3 EGയിലൊരു വേക്കൻസി ഉണ്ടല്ലേ. അതിന് നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് ഒരു ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഹോൾ ഫോർമലിസം വെച്ചിട്ട് നമുക്ക് Tanabe-Sugano ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ D1 എങ്ങനെയാണോ കിട്ടിയേ അതിന് സിമിലർ ആയിട്ടുള്ള അതിൻ്റെ ഇൻവേഴ്സ് വരും. അതുപോലെയുള്ള Tanabe-Sugano ഡയഗ്രം ആയിരിക്കും, ഇൻവേഴ്സ് ഓർഡർ ആയിരിക്കും നമുക്ക് D9 സിസ്റ്റത്തിൽ കിട്ടുക. Now the excitation of electrons from the T2G level to upper EG level forms the excited state of T2G5 EG4 വരും. The spin multiplicity of the ground and excited state is the same, and hence transition from the ground to excited state is a spin allowed transition. Okay.
The examples of adenine configuration includes Cu H2O 6 times 2 plus. Where strong field ligand vannal difference varunilla. The Ternary-Sugano diagram along with the absorption spectrum is represented here. So, നമ്മുടെ ground state doublet D ആണ് D9 ടേം വരിക D1 പോലെ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് doublet EG lower energy doublet T2G higher energy doublet EG ആണ് നമ്മൾ x ആക്സിസിൽ ground state ടേം ആയിട്ട് D9 കേസിൽ എടുക്കുക അപ്പോൾ ട്രാൻസിഷൻ doublet EG to doublet T2G ആണ് നമ്മുടെ ട്രാൻസിഷൻ ഇതാണ് ഡെൽറ്റ ഒ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒറ്റ പീക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക പക്ഷേ EG3 ആണല്ലേ EG3 D9 സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ Jhonatella distortion possible ആണ് അതുകൊണ്ട് തന്നെ splitting possible ആവും. From the figure it can be seen that only one transition is possible from the ground doublet EG to excited doublet T2G state. Thus only one transition one should be observed corresponding to the value of delta O. അപ്പോൾ ഇതിന്റെ peak position എന്ന് പറയുന്നത് ഈ energy difference delta O ആയിരിക്കും. But in actual practice a single absorption band is split up into two as can be seen from the absorption spectrum. This actually occurs because of Jhonatella distortion which leads to splitting of the single band into two. Okay, കാരണം EG level further split ചെയ്യുന്നുണ്ട്. Also it can be seen that no Rache parameters involved in the diagram since only single excited state is possible. Okay. ഇനി നമുക്ക് ഈ Ternary-Sugano ഡയഗ്രാംസിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് നോക്കാം. In case of D4, D5, D6, D7 configurations, both the low and high spin cases are possible in the presence of either weak field leading to high spin or strong field leading to low spin complexes. D4, D5, D7 weak field ligand വരുമ്പോൾ നമുക്ക് high spin കോംപ്ലക്സുകൾ കിട്ടും, strong field ligand വരുമ്പോൾ low spin കോംപ്ലക്സ് കിട്ടും. അതുകൊണ്ട് തന്നെ Ternary-Sugano ഡയഗ്രാമത്തിൽ നമ്മൾ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണമല്ലോ വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട്. In the case where both high spin as well as low spin complexation is possible, in 4 cases a vertical line is drawn in the middle of the Ternary-Sugano diagram in order to separate the high spin complex from the low spin one. The free ion term for a D4 configuration is 5D. In the case of weak field, 5D term splits with ground state terms 5EG having anticipated spin multiplicity of 5. ഇനി സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ ഡിഫറൻസ് എന്ന് പറയാനാണ്. സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ സ്ട്രോങ് ഫീൽഡ് വരുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം എന്തായി മാറി ട്രിപ്ലറ്റ് ആയി മാറിയില്ല, ട്രിപ്ലറ്റ് എച്ച് ആയി മാറും. അത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ഗ്രൂപ്പ് തിയററ്റിക്കൽ ടേം എന്ന് പറയുന്നത് ട്രിപ്ലറ്റ് T1G ആയിരിക്കും. എക്സ് ആക്സിൽ Ternary-Sugano ഡയഗ്രത്തിൽ വരിക. ഇൻ കേസ് ഓഫ് D4 കോൺഫിഗറേഷൻ single transition band gives the energy of transition which refers to the value of delta O. D4 വരുമ്പോൾ EG 5EG ന്ന് ഹയർ ലെവലിലേക്കുള്ളത് അല്ലെങ്കിൽ 5T1G ന്ന് ഹയർ ട്രിപ്ലറ്റ് T1G ന്ന് ഹയർ ലെവലിലേക്കുള്ള ആ ട്രാൻസിഷൻ ആയിരിക്കും ഡെൽറ്റ ഒ വാല്യൂ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ ഹെക്സ അക്വ മാംഗനീസ് 2+ അല്ലേ D5 സിസ്റ്റമാണ്. ഈ കേസിൽ ഇതിൻ്റെ അബ്സോർപ്ഷനിൽ നിന്ന് നമുക്ക് ചില ഒബ്സർവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ the bands are very less in terms of intensity and value of molar extinction coefficient. The spectrum is complicated due to large number of overlapping bands. D5 system ആണ്. D5 system നമ്മൾ പറഞ്ഞിരുന്നു വീക്ക് ഫീൽഡ് വരുമ്പോൾ ഹൈ സ്പിൻ കോംപ്ലക്സുകൾ വരുമ്പോൾ അവിടെ ട്രാൻസിഷൻസ് എല്ലാം തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസ് ഇല്ല. അതുകൊണ്ട് ട്രാൻസിഷൻസ് എല്ലാം സ്പിൻ ഫോർവേഡൻ ആണ്. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ട്രാൻസിഷൻ സ്പിൻ ഫോർവേഡൻ വരും. അതുകൊണ്ട് തന്നെ സ്പെക്ട്ര വീക്ക് ആയിരിക്കും പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ FeH2 6 times 2+ വാട്ടർ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ Ternary-Sugano ഡയഗ്രത്തിൽ ലെഫ്റ്റ് പാർട്ട് നമ്മൾ വീക്ക് ഫീൽഡ് വരുന്ന ഹൈ സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അവിടെ ഒരു സിംഗിൾ സ്പിൻ അലൗഡ് ട്രാൻസിഷൻ മാത്രമേ അലൗഡ് ആയിട്ടുണ്ടാവുള്ളൂ 5T2G to 5EG സ്റ്റേറ്റ്. D7 കേസ് വരുമ്പോഴേക്കും ഗ്രൗണ്ട് സ്റ്റേറ്റ് 4F ആണ്. സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള 3 കേസുകൾ കൂടെയുണ്ട്. അതുകൊണ്ട് 3 ട്രാൻസിഷൻസ് അവിടെ പോസിബിൾ ആവും. The next higher term of same spin multiplicity is quartet P, which transforms as quartet A to G in the presence of weak ligand field. അതാണ് D7 കേസ്. D8 ആവുമ്പോഴേക്കും ഇലക്ട്രോണിക് അറേഞ്ച്മെന്റും വീക്ക് ഫീൽഡും സ്ട്രോങ് ഫീൽഡും ഹൈ സ്പിന്നും ലോ സ്പിന്നും വ്യത്യാസമില്ല. വീക്ക് ഫീൽഡ് വന്നാലും സ്ട്രോങ് ഫീൽഡ് വന്നാലും T2G6 EG2 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം വരുന്നത് F ആണ്. അതാണ് ലോവസ്റ്റ് എനർജി ടേം വരിക. അത് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട്
A2G, T2G, T1G എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലോവസ്റ്റ് എനർജി ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡെൽറ്റ ഒ എന്ന് എടുക്കും. D9 ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 9 ആണ്. T2G 6EG 3 ആണ്. സ്ട്രോങ് ഫീൽഡോ വീക്ക് ഫീൽഡോ വരുന്ന കേസിൽ ഡിഫറൻസ് ഇല്ല. D9 സിസ്റ്റത്തിൽ നമ്മൾ ഹാൾ ഫോർമലിസം കൊണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? D1ഉമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. D9ൻ്റെയും D1ൻ്റെയുമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെനാബേസുഗാണോ ഡയഗ്രാം എന്ന് പറയുന്നത്. D9 സിസ്റ്റത്തിൻ്റെ കേസിൽ ഒരേ ഒരു ട്രാൻസിഷനെ പോസിബിൾ ആവുന്നുള്ളൂ, WTG ടു എക്സൈറ്റഡ് T2G സ്റ്റേറ്റ്. ഓക്കെ, സോ അത് തമ്മിലുള്ള ഡിഫറൻസ് WTGയും WT2Gയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഡെൽറ്റ ഒ ആയിട്ട് എടുക്കുക. ആക്ച്വൽ പ്രാക്ടീസിൽ ഈ ഒറ്റ പീക്ക് എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് സ്പ്ലിറ്റിംഗ് വരുന്നു. അതിൻ്റെ കാരണം ജോയിൻ്റ് ഉള്ള ഡിസ്റ്റോർഷൻ ആണെന്ന് കൂടെ ഓർക്കുക.